ഹലോ എവരി വൺ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ടുള്ള ആഗ്രഹം കേട്ടോ ഇങ്ങനെ സ്റ്റോൺ ആർട്ടൊക്കെ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ കുറേ തപ്പി നോക്കിയിട്ട് എവിടെ നിന്നും ഒരു കല്ലൊന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഈ കൊറോണയും ഇതൊക്കെ കാരണം പുറത്തൊന്നും പോയി കല്ല് തപ്പാനും വയ്യാത്തതുകൊണ്ട് ശരി നമ്മൾ വീട്ടിൽ തന്നെ ഒരു കല്ല് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണെന്നല്ലേ, അത് നമ്മുടെ സ്ഥിരം പോരാളിയായ വൈറ്റ് സിമെൻ്റ് എടുത്തു. ഇത് വെറും 3 സ്റ്റെപ്പാട്ടോ ഇതിന് ചെയ്യാനുള്ളത്. എന്താ അറിയോ? എടുക്കുക, കലക്കുക, ഒഴിക്കുക. ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കല്ല് റെഡിയാവും. ആദ്യം വൈറ്റ് സിമെൻറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുക. നിറയെ ലൂസായിട്ട് എടുക്കണ്ട കേട്ടോ, അപ്പോൾ കട്ടിയാവാൻ കുറേ ദിവസം എടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് എടുത്തിട്ട് അതിന് ശേഷം ഇപ്പം മോൾഡൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലൊരു എഗ് ട്രേ എടുക്കാം. എഗ് ട്രേ ഒന്നും കേടുവരില്ല കേട്ടോ, നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇത് ഈ കപ്പ് കേക്കും ബിസ്ക്കറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് ഒരു ട്രേ മാതിരിയുള്ളൊരു സാധനമാണ്. പിന്നെ ഞാൻ ഒരു അലുമിനിയം ഫോയിലിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തൊരു മോൾഡ് ഉണ്ടാക്കി. എങ്ങനെ വരുന്നറിയില്ല, നോക്കാം നമ്മൾ. അപ്പോൾ ഇത് 3 മോളിലേക്ക് 3 ഷേപ്പിൽ ഇപ്പോൾ ഞാനിത് കല്ലുണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഇനി മോളിലേക്കൊക്കെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. ഇതിലൊഴിച്ചിട്ട് നമ്മളൊന്ന് തട്ടി കൊടുക്കണം, അപ്പോഴാണ് അതൊന്ന് ലെവലായിട്ട് വരിക കേട്ടോ. ഇപ്പോൾ എല്ലാ ട്രേയിലും ഒഴിച്ചിട്ട് നമ്മൾ ഒരു ദിവസം എടുക്കും ഇത് ഉണങ്ങാൻ. ഒരു ദിവസം വെയിലത്തൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ക്രാക്ക് വരും. അപ്പോൾ സാധാരണ അധികം വെയിലൊന്നും ഇല്ലാത്ത എവിടെയെങ്കിലും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് തന്നാലും ഉണങ്ങിക്കോളും, അത് ഡ്രൈ ആയി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഇത് സെറ്റായി കിട്ടും. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് എടുത്തിട്ട് തട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട്. അത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, അതിൻ്റെ സർഫസൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആ കപ്പ് കേക്കിൻ്റെ കയ്യിൽ വെച്ചില്ല, ഒരു സൈഡ് ഇങ്ങനെ ഒരു നല്ലൊരു പാറ്റേണിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആ സിൽവർ ഫോയിലിൽ വെച്ചതാണ് കേട്ടോ അടിഭാഗം, പക്ഷെ അത് എനിക്കത്ര പിടിച്ചില്ല. ഓക്കെ, എന്നാലും ഇനി നമ്മളിത് ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ, കാരണം അപ്പോഴാണ് അത് കുറച്ച് സ്ട്രോങ് ആവുകയെന്ന് പറയും. വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകും. അപ്പോൾ അത് ഒരു ദിവസം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മളതൊരു തുണിയിലൊക്കെ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇതാക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കതിൽ പെയിൻറ്റിങ് തുടങ്ങാം. അപ്പം ഞാൻ അതൊക്കെ പെയിൻറ്റൊക്കെ ചെയ്തു, വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ലെങ്ത് ആവേണ്ട വെച്ചിട്ട്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്തു, എല്ലാം റെഡിയായി. എൻ്റെ സ്റ്റോൺ ആർട്ടിൻ്റെ ആഗ്രഹം അങ്ങനെ തീർത്തു ഞാൻ. ഇതിപ്പോൾ നമുക്ക് ചെടിയുടെ സൈഡിലൊക്കെ വെക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് എനിക്ക് കമൻറ്റ് ബോക്സിൽ എന്നോട് അത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.